പല കാര്യങ്ങൾ സൺഡേയിലും അടുത്ത സൺഡേയിലും ഒക്കെ ആയിട്ട് പറയാനായിട്ട് പഠിക്കാൻ കർത്താവ് കൃപ നൽകി. പക്ഷെ അതൊന്നും ഇന്ന് പറയാനായിട്ടുള്ളൊരു സാഹചര്യമില്ല. ഞാനൊരു സിമ്പിൾ കാര്യം പറഞ്ഞിട്ട് വേഗത്തിൽ നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. I prepared and tried to deliver several other matters, but I didn't have enough time. That's why I'm going to tell a very simple thing today. നമ്മുടെ ഷാജി ലസ്റ്റാൻ്റെ വീട്ടിൽ നടന്ന ആ കോട്ടേജ് മീറ്റിങ്ങിൽ ഞാൻ ഡ്യൂട്രോണമി 8 ചില കാര്യങ്ങളൊന്ന് പറഞ്ഞിരുന്നു. ഞാൻ അതിനോട് തുറന്ന് ചില കാര്യങ്ങൾ പറയാനായിട്ട് പോവുകയാണ്. ഡ്യൂട്രോണമി ചാപ്റ്റർ 8. And last week when the family gathering in Shaji's house happened and I delivered from the book of Deuteronomy chapter 8. I'm going to deliver from that book. എല്ലാവരും ആ പുസ്തകത്തിലേക്ക് ഒന്ന് വരാമോ? എല്ലാവരും ഡ്യൂട്രോണമി ചാപ്റ്റർ 8. Deuteronomy chapter 8. അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകൾ നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. വീണ്ടും നമ്മൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. 10-ാമത്തെ വാക്യം: നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. ഒടുവിലത്തെ വാക്യം: നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് നിങ്ങൾ കേൾക്കാതിരിക്കുന്നത് കൊണ്ട് യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുന്ന ജാതികളെ പോലെ തന്നെ നിങ്ങളും നശിച്ച് പോകും. അതിൻ്റെ ആദ്യത്തെ വാക്യം വായിച്ചാൽ First verse: all the commandments that I am commanding you today you shall be careful to do, that you may live and multiply and go in and possess the land which the Lord swore to give to your forefathers. ഇനി എന്നെ ശ്രദ്ധിച്ച്, എളുപ്പമുള്ള കാര്യമാണ്. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. ആ സിമ്പിൾ ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ് ഇത്രേ ഉള്ളൂ. മോശ എന്നെ ശ്രദ്ധിച്ചു. ഈ ഞാൻ അധികം വാക്യം നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാതെ ഞാൻ പറയുമ്പോൾ മാത്രം നോക്കിയാൽ മതി. ഡ്യൂട്രോണമിയുടെ ഒരു പ്രത്യേകത, നമുക്കറിയാം മില്യൺസ് ഓഫ് പീപ്പിളാണ് നടന്ന ഈജിപ്തിൽ നിന്ന് വന്നത്. പക്ഷേ ആ യാത്രയിൽ ദൈവത്തിൻ്റെ ഡിസിപ്ലിനറി ആക്ഷൻ നിമിത്തം എല്ലാവരും തന്നെ ഞാൻ പറയുന്നൊരു കാര്യം മനസ്സിലാവുന്നല്ലോ. അന്നിറങ്ങി തിരിച്ചതിൽ 2 പേരൊഴികെ ബാക്കി എല്ലാവരും മരിക്കുന്നു. We all are aware that since the Exodus, millions of people started a journey from Egypt, but almost all of the majority of them are passed away and perished except 2 persons. അങ്ങനെ ഇവര് അവരുടെ പ്രോമിസ്ഡ് ലാൻഡിലേക്ക് കയറാനായിട്ട് പോയപ്പം മോശ നടത്തുന്ന ഒരു പ്രീച്ചിങ് ആണ് ചാപ്റ്റർ 8. And they were about to enter to the promised land. At that time Moses was delivering a message. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയാൽ മതി. ചാപ്റ്റർ 10-നകത്ത് another preaching ആണ്. Again there is a continuous preaching, and in chapter 10 another preaching we can see. ഈ പ്രസംഗത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. There is only one main purpose for this preaching. നിങ്ങൾ കനാനിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിക്കണം, അതാണ് പ്രസംഗം. When you enter into Canaan or the promised land, how do you live in that new land? കാരണം അതിൻ്റെ മറ്റൊരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മോശ മരിക്കാൻ പോവുകയാണ്. കാരണം മോശയ്ക്ക് കനാനിലേക്ക് പ്രവേശനം ഇല്ല. And another context is Moses is about to die. Moses was not allowed to enter into the promised land. അതിൻ്റെ ഹിസ്റ്ററി നമുക്കറിയാം. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കാഞ്ഞുകൊണ്ട് മോശയോടുള്ള ദൈവത്തിൻ്റെ ഇടപാട് നീ അത് കാണും, പക്ഷെ കയറത്തില്ല. It is God's ordinance or God's command that you are going to see the promised land, but you are not going to enter into it. മോശ പറയുകയാണ്, കഴിഞ്ഞ 40 years എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരാൻ ഞാനുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മരിക്കാൻ പോവുകയാണ്. കനാനിൽ നിങ്ങളെ ഇതുപോലെ നടത്താൻ മറ്റൊരാളില്ല. ജോഷുവ വരുന്നുണ്ട്, മറ്റൊരാളില്ല. അതുകൊണ്ട് ഞാനില്ലെങ്കിലും നിങ്ങളുടെ ആത്മീയ ജീവിതം കനാനിൽ എങ്ങനായിരിക്കണം എന്നതായിരുന്നു സർമൺ. The sermon is Moses was reminding that congregation that you are about to enter into a new land and I won't be there to lead or give you any direction. At that time, how do you need to take care of yourself and to lead a life in the promised land? That is what Moses is giving here. നമുക്ക് ഈ അധ്യായത്തിന് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. ഞാൻ ലെസൺസ് ഫ്രം ദ വിൽഡർനെസ്.
And മരുഭൂമിയിൽ പഠിക്കേണ്ട പാഠങ്ങൾ. we can give a title of this message as Lessons from the Wilderness. ഈ പുസ്തകങ്ങൾ നമ്മൾ ആദ്യത്തെ എക്സോഡസ് മുതൽ മുന്നോട്ട് വായിച്ചു വരുമ്പോൾ നിരവധി പാഠങ്ങൾ അവർ പഠിക്കുന്നതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. Since Exodus, we can see that they have been learning numerous amount of lessons from this wilderness. നമുക്ക് മരുഭൂമിയെ പറ്റി ഒത്തിരി കാര്യം അറിയാം. വെള്ളമില്ല, We are all familiar ഫുഡില്ല, what is the അവരുടെ ഡെയിലി നീഡ്സ് നടത്താൻ ഒരു ഓപ്ഷൻസും അവിടെ ഇല്ല. there are no options in a wilderness, especially the primary needs of a human being, food or water or shelter. There were nothing in a wilderness. എന്നാൽ 7-8 വാക്യം നോക്കിയേ, കനാനിൽ ഇതെല്ലാം ഉണ്ട്. But we can see the land where they are about to enter, the promised land, there are everything plenty and sufficient. 7 വാക്യം കണ്ടോ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്, അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളും ഉള്ള ദേശം, ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനും ഉള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ലിരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ഇങ്ങനൊരു ദേശത്തെപ്പറ്റി നിങ്ങൾ വേറെ എവിടെയും കേട്ടിട്ടുണ്ടോ? A beautiful fertile land. We can see everything is sufficient and abundant and overflowing. നിങ്ങൾ അവിടെ കയറുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം, നിങ്ങൾ അവിടെ കയറുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻലി ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതാണ് സർമന്റെ ടോപ്പിക്? The topic is when you are entering into that overflowing, that flourished land, you need to be careful about certain things. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? What are the things we need to be careful when we enter into that new land? ഞാൻ 6-7 കാര്യം കാണിച്ചു തരാം. പുസ്തകം തുറക്കാമോ? Please open the book to Deuteronomy chapter 8. 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, വേഴ്സ് നമ്പർ 10 എന്നാ വായിക്കുന്നത്? നിങ്ങൾ അവിടെ കയറുമ്പോൾ നിങ്ങൾ അവിടെ സ്തോത്രം ചെയ്യണം. വാക്യം കണ്ടോ, നിങ്ങൾ അവിടെ സ്തോത്രം ചെയ്യണം. 11-ാം വാക്യം. We can hear in verse 10, when you have eaten and are satisfied, you shall bless the Lord your God for the good land which he has given you. 11-ാമത്തെ വാക്യം കണ്ടോ, യഹോവയെ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ മറക്കരുത്. 2-ാമത്തെ കാര്യം. Second thing, beware that you do not forget the Lord your God. 3-ാമത്തെ കാര്യം വേഴ്സ് 11 തന്നെയുണ്ട്, അവന്റെ കൽപ്പനകൾ നിങ്ങൾ അലക്ഷ്യമാക്കരുത്. And do not neglect his commandments, his ordinance and his statutes. 14-ാമത്തെ വാക്യം കണ്ടോ, നിങ്ങളുടെ ഹൃദയം നിഗളിക്കരുത്. The 14th verse, your heart should not be proud. 17-ാമത്തെ വാക്യം കണ്ടോ, സ്വന്തം ശക്തി കൊണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നീ ഹൃദയത്തിൽ പറയരുത്. An important verse in verse 17, my power and the strength of my hand made me this well. Do not ever say that. 18-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. And the 18th verse, you shall remember the Lord your God. ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ അവിടെ കയറി കഴിയും. ഇനി ശ്രദ്ധിച്ചേ, നമ്മുടെ ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിയേ നമ്മളൊരു താമരം വെട്ടിയെടുക്കാവുന്ന എല്ലാ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സംഭവിക്കാവുന്ന അപകടങ്ങളെയാണ് 10 മുതൽ താഴോട്ട് പറഞ്ഞേക്കുന്നത്. The pitfalls or the falling or whatever the failures might be embraced when we actually live in a fertile and wealthy land. പക്ഷേ ഇത് എവിടെ നടത്തുന്നത് അറിയാമോ? മരുഭൂമിയിൽ ഈ മോശയുടെ പ്രസംഗത്തിന്റെ പുൾപിറ്റ് എന്ന് പറഞ്ഞാൽ വിൽഡർനെസ് ആണ്, കനാനല്ല. Moses was delivering this message in the wilderness, not in the Canaan, not in promised land. പക്ഷേ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത് വിൽഡർനെസ് നിന്നുകൊണ്ടല്ല, മനസ്സിലായോ? But today എല്ലാം ഉള്ളിടത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നും നമുക്ക് ഇതിനകത്ത് പുറത്ത് വെച്ച് പറയാൻ പറ്റിയില്ല, ആരും കേട്ടിട്ടില്ലെങ്കിൽ അകത്ത് വരുമ്പോഴെങ്കിലും നിഗളം ഉണ്ടാകരുത്. ഞാനിപ്പോൾ എക്സാം ജയിച്ചു, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടി, അല്ലെങ്കിൽ ഞാൻ ഇന്നതായി എൻ്റെ ശക്തി കൊണ്ട് നേടിയെന്ന് പറയരുത്. ഹൃദയത്തിൽ ചിന്തിക്കുക പോലും വരുത്. ഇവിടെ അകത്ത് കയറി കഴിയുമ്പം ദൈവത്തെ എന്ത് ചെയ്യരുത്, മറക്കരുത്. ഇന്ത്യയിൽ വെച്ചാണെങ്കിൽ എന്നാ യോഗത്തിന് വരാൻ ഞാൻ ചോദിക്കാം, അമേരിക്ക വന്ന് അങ്ങനെ ചോദിക്കാൻ എന്ത് ചെയ്യത്തില്ല. വല്ലതും കേട്ടോ?
ഞാൻ ഒരാളോട് ചോദിച്ചു, എന്നാ കഴിഞ്ഞ ആഴ്ച വരാം, ഞാൻ അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ആൻസർ? But Moses was delivering these commands in a wilderness. But today I am standing in a wealthy land. I am standing not in a desert. And so I am giving you the instructions we need to keep when we live in a very fertile and rich land. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഈ പാസേജിലൂടെ എന്നോടും നിങ്ങളോടും പറയുന്ന ദൂത് എന്നാണെന്നറിയാമോ? നമ്മളൊക്കെ ഒന്ന് സെറ്റിലായെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞെന്ന് പറയുമ്പം ഒന്നാമത് ചെയ്യേണ്ടത് താങ്ക് യു ലോർഡ്. Hallelujah. Well, I think whenever we feel that we are sufficient or we have met everything, whatever we need, and we have everything in abundance, first thing we need to remember and we need to do is have a grateful heart. രണ്ട്, അവനെ മറക്കരുത്. And the second thing is do not forget him. ദൈവവചനം അനുസരിക്കുന്നതിനോട് വിമുഖത കാട്ടരുത്. Do not even show any neglect to listen to the word of God. നമ്മുടെ ഹൃദയത്തിൽ പോലും നിഗളം ഉണ്ടാകരുത്, വാക്കിൽ ഒരിക്കലും പുറത്തും വരരുത്. Do not even have a prideful attitude even inside our heart and never ever come outside of our mouth. ഈ കർത്താവിന് നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊങ്ങുമ്പോഴാണ് കർത്താവ് നമ്മളെ പിടിച്ച് താഴ്ത്തുന്നത്. ശരിയല്ലേ? Since God loves us so much, that's the reason whenever we lift us up, God is chastising us. എനിക്ക് പല അനുഭവമുണ്ട്. എൻ്റെ അനുഭവത്തിന് ഒരു പ്രാധാന്യത ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒന്ന് പൊങ്ങിയെന്ന് തോന്നുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുകയാണ്? എന്തിനാണ്? അത് നമ്മളോടുള്ള കർത്താവിൻ്റെ സ്നേഹ നിമിത്തമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഉപവസിക്കുന്നത്, അതുകൊണ്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ടല്ലേ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം നിഗളിക്കാതിരിക്കേണ്ടതിന്. Amen. In order to not to become arrogant or be proud, God is usually send us certain tests or certain things in our life to chastise us. ഈ 3 കാര്യം 8-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ 3 കാര്യം കർത്താവ് പറയുന്നുണ്ട്, യാഹ്വേ പറയുന്നുണ്ട്. Yahweh is commanding 3 things in chapter 8 verse 1. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന്. First thing is in order to live, you may live. 2, നിങ്ങൾ കൈവശമാക്കേണ്ടതിന്. The second thing is you are going to possess. 3, നിങ്ങൾ വർദ്ധിക്കേണ്ടതിന്. 3 കാര്യം കേട്ടോ. 1, you should live, you should multiply and you should possess. And we can see here, first thing is to live, next thing is to multiply, and the third thing is to possess. ഈ 3 കാര്യം കനാനിൽ കയറുന്നതിനെ പറ്റിയാണ് പറയുന്നത്. These 3 things, to live, multiply and possess, that is talking about entering into Canaan. ആത്മീയമായിട്ട് ചിന്തിച്ചാൽ ഇത് ശരിയല്ലേ? And when we think in a spiritual way also, that's true. ദൈവത്തിന്റെ ആഗ്രഹം എന്നാ? സമൃദ്ധിയായിട്ട് ജീവിക്കണം എന്നുള്ളതാണ്, അല്ലേ? The desire, the greatest desire of our Father is we need to live a life with abundance. Abundant Christian life. Abundant life of ഞാൻ Christ. നിങ്ങൾക്ക് ജീവൻ നൽകുവാനും സമൃദ്ധിയായിട്ട് ജീവൻ നൽകുവാനും. വായിക്കുന്നില്ലേ? Lord Jesus mentioned that I am going to give you life, not only a life and an abundant ഒരു life. ഡ്രൈഡ് ക്രിസ്ത്യൻ ലൈഫ് അല്ല, ഒരു മിസറബിൾ ക്രിസ്ത്യൻ ലൈഫ് അല്ല, ക്രൈസിസിന്റെ നടുവിലും ഒരു അബണ്ടന്റ് ക്രിസ്ത്യൻ ലൈഫ്. Amen. It is not a dried Christian life, but even though in the midst of crisis also an abundant Christian life. 2, അങ്ങനെ ആ അബണ്ടന്റ് ക്രിസ്ത്യൻ ലൈഫിന്റെ നടുവിൽ നമ്മൾ ഫ്ലറിഷ് ആകണം. And the next thing is, in the abundant Christian life we need to flourish. അങ്ങനെയല്ലേ വായിക്കുന്നത്? നിങ്ങൾ ജീവിച്ചിരിക്കണം, നിങ്ങൾ വർദ്ധിക്കണം. And we are reading, we need to live and to multiply. 3-ാമത്തേത് കൈവശമാക്കണം, പൊസസ് ചെയ്യണം. And the third thing is we need to possess. എന്താ ഈ എന്താ നമ്മളെ സംബന്ധിച്ച് ഈ പൊസസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം? What is the meaning to have possession? ഈ വേൾഡിലെ കാര്യങ്ങളെല്ലാം അങ്ങനെ ഗ്രാബ് ചെയ്യണം, അതല്ല അതിന്റെ അർത്ഥം. It doesn't matter. It doesn't. The meaning is to grab everything on the earth. ബൈബിളിൽ നമ്മളോട് പറഞ്ഞേക്കുന്ന പല കാര്യങ്ങളുണ്ട്. There are certain things in Bible mentioned specifically. ഉദാഹരണം പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള റിച്ചസ് ഇൻ ക്രൈസ്റ്റ്. Amen. The riches of His glory in Christ. ആ റിച്ചസിനെ നമ്മൾ അനുഭവിച്ച് ജീവിക്കണം. അതിനെ പ്രാക്ടിക്കൽ ലൈഫിൽ, അതിന്റെ സന്തോഷത്തിൽ, അതിന്റെ അനുഭവത്തിൽ നമ്മൾ ജീവിക്കണം. We need to experience that, the richness of His grace in our day-to-day life. എന്ന് പറഞ്ഞാൽ നമ്മളെ ഇലക്ട് ചെയ്തെന്ന് പറയുമ്പോൾ സ്തോത്രം പറയണം. Hallelujah. When we are hearing that we are elected, we need to praise God. നമ്മളെ അഡോപ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ സ്തോത്രം പറയണം. When we hear that we are adopted, we need to praise God. പ്രീഡെസ്റ്റൈൻ ചെയ്തെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്.
എനിക്ക് ചിലതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാൻ പാടില്ല, പക്ഷേ എൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ സന്തോഷം എന്നാണെന്നറിയാമോ? അതൊക്കെ ഒന്ന് ജീവിതത്തിൻ്റെ ക്രൈസിസ് വരുമ്പോൾ താങ്ക് ഗോഡ്, അവിടുന്ന് സോവറിങ് ഗോഡാണ്, അന്നറിയാതെ ഒന്നും പറ്റുന്നില്ല, താങ്ക് ഗോഡ് അവിടെ എന്നെ അഡോപ്റ്റ് ചെയ്തു, ഞാൻ അവിടുത്തെ കുടുംബത്തിലെ അംഗമാണ്, എല്ലാം ഓർത്ത് ആ ഫ്ലറീഷായിട്ട് ആ ക്രിസ്തുവിലുള്ള റിച്ചസിനെ മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിക്കണം. Amen. When we are in a certain crisis, or when we think that we are in a crisis, we should always thank God, because God has selected, predestined us and selected and chose us, and He gave us all the abundance of spiritually richness in each one ഇവിടെയാണ് of us. നമ്മുടെ ഒബീഡിയൻസ് കിടക്കുന്നത്. എങ്ങനെയാണെന്നറിയാമോ? ജീവിച്ചിരിക്കണം, And here is the, വർദ്ധിക്കണം, 3 പൊസസ് ചെയ്യണം. ഇത് കേൾക്കാൻ എളുപ്പമാണ്. ഇത്രയും കാര്യം നമുക്ക് അബണ്ടന്റ് ലൈഫ് ഉണ്ടാകാൻ, ഫ്ലറീഷ് ഉണ്ടാകാൻ, ആ ക്രിസ്തുവിലുള്ള റിച്ചസ് റെക്കഗ്നൈസ് ചെയ്യാൻ എന്നെ ചെയ്യണമെന്നറിയാമോ? 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് ലൈൻ ഒന്ന് വായിച്ചേ. അവിടെ ഉണ്ട് ഉത്തരം. ഇങ്ങനെ വായിക്കുന്നേ: സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രമാണിച്ച്. ഇതില്ലാതെ നമുക്ക് ഈ മേളിൽ പറഞ്ഞ ഒരു കാര്യം പറ്റില്ല. Amen. How we can live and multiply and possess the land where we are living? By obeying this thing. The first verse in English: all the commandments that I am commanding you today, you shall be careful to do. നമ്മൾ ഓർക്കുന്നത് ഈ ക്രിസ്ത്യൻ ലൈഫ് എന്നുള്ളത് എന്തോ ഭയങ്കര ഹാർഡാണ്. പക്ഷേ നിങ്ങൾ നോക്കിയേ, വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ മതി, ക്രിസ്ത്യൻ ലൈഫ് ഭയങ്കര ഹാപ്പിയാണ്. Amen. Usually when you ask a person, holy life is a jolly life. നമ്മൾ പറയാറുണ്ട്, ഈ അവൻ എന്നെ ഒരു വികാരം ഇല്ലാത്തവനെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ആ വ്യക്തിയോട് ചോദിച്ചു നോക്കിയേ, അവൻ ആ ക്രിസ്ത്യൻ ലൈഫ് എന്നുള്ളത് ഭയങ്കര ഹാപ്പിയാണ്, അവൻ അതിനകത്ത് തൃപ്തനാണ്. കാര്യം എന്താണെന്നറിയാമോ? ഇതെല്ലാം അവൻ ഉണ്ടായതിൻ്റെ കാരണം അവന് ദൈവം കൊടുത്ത കൽപ്പന അവൻ അനുസരിക്കുന്നു എന്നുള്ളതാണ്. If you see a person who is walking in Christian faith, you may think that that person is weird, or that person is a different person, type of person, but he is enjoying everything because he is obeying his commandments and he is enjoying that life. നിങ്ങൾ 3-ാമത്തെ വാക്യം കണ്ടോ? യാഹൂവ പറയും, മോശയുടെ പ്രസംഗമാണ്, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും ചെയ്തു. മരുഭൂമിക്ക് ദൈവം ചെയ്ത കാര്യമാണ്. നിന്നെ എന്ത് ചെയ്തു? താഴ്ത്തി, നിന്നെ വിശപ്പിച്ചു. In the wilderness we can see that group of people, what God did to them. He humbled them and let them be hungry. ഇനി 2-ാം വാക്യം ഒന്നുകൂടെ നോക്കി, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം. The നിന്റെ reason. ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും Amen. തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്ന അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, എന്തിനാണെന്നറിയാമോ നമ്മളിങ്ങനെ താഴ്ത്തുന്നത്? എന്തിനാണെന്നറിയാമോ നമ്മളിങ്ങനെ ക്രൈസിസിലൂടെ വിടുന്നത്? നമ്മുടെ അകത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. Hallelujah. God is humbling or testing us. Do you know the reason? Because God wants to know what is hiding in our heart. ഈ നമ്മൾ ചില പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പം ഭയങ്കരമായിട്ട് ചിലപ്പോൾ അങ്ങ് ചൂടായി കഴിയുമ്പോഴാണ് ഈ ചൂടായ ആൾ തന്നെ പറയാറുണ്ട്, ഞാൻ തന്നെയാണോ അത്രയും ചൂടായെന്ന് ഇടയ്ക്ക് നമ്മൾ തന്നെ ചോദിക്കാറുണ്ട്. കാര്യം എന്നാ? ഈ നമ്മൾ അത്രയും ചൂടനാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് കർത്താവ് ആ പ്രശ്നം നമ്മുടെ അകത്ത് എന്ത് ചെയ്തത്. ഇത് അകത്തിരുന്നാൽ മനസ്സിലാകുകയില്ല, ഇത് പുറത്ത് വരാൻ കർത്താവ് എന്ത് ചെയ്യുക? നിന്നെ താഴ്ത്തുവാനും നിന്റെ ഹൃദയത്തിലുള്ളത് എന്തെന്ന് നീയും അറിയണം, മറ്റുള്ളവരും അറിയേണ്ടതിന് 40 വർഷം ഞാൻ നിന്നെ മരുഭൂമിയിലൂടെ നടത്തി. എന്നെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചേക്കുന്നല്ലേ? How clearly the verses are written. God is saying that God has led you in the wilderness these 40 years that He might humble you, testing you to know what was in your heart, whether you would keep His commandments or not. എങ്ങനെയാ ഇവരെ താഴ്മ പഠിപ്പിച്ചേ? How did He teach the humility? സിമ്പിളായിട്ട് ഞാൻ പറയുന്നത് ഇതൊരു ഒരു ഡിവോഷണൽ സെർമണാണ്. എങ്ങനെയാ താഴ്മ പഠിപ്പിച്ചേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ മന്ന കിട്ടിയില്ലെങ്കിൽ ഫുഡില്ല, മരുഭൂമി ഒന്നും കിട്ടാനില്ല, എന്നാ കടയുണ്ടോ? നോ റെസ്റ്റോറൻറ്റ്. How did God teach them humility? In the morning, whenever they wake up, if there was no manna provided, there was no food to eat. എന്ന് പറഞ്ഞാൽ ഫുഡ് വേണമെങ്കിൽ ദൈവമേ എന്ന് വിളിക്കണം. If they need to eat anything, they need to call. വെള്ളം വേണമെങ്കിൽ ദൈവമേ എന്ന് വിളിക്കണം.
വിളിക്കണം. If they want to drink anything, they need to call God. അവർ 35 lakhs people ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും സഹായിക്കാൻ പറ്റുകയില്ല. ശ്രദ്ധിച്ചോ? Almost 3 million people were there. They were unable to help each other. They were all helpless. ഒരാൾക്കും ആരും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. They were unable to help each other. എന്താ അതിൻ്റെ ആപ്ലിക്കേഷൻ? What is the application of that? എല്ലാം ഉണ്ടെങ്കിലും Amen. ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത പൊസിഷനിൽ കർത്താവ് കൊണ്ടുവെക്കും. Hallelujah. Even though we have everything in our life, there will be certain moments God will place us where no one can help us. പൈസ ഉണ്ട്, Maybe we ബന്ധങ്ങളുണ്ട്, are filthy rich. ജോലിയുണ്ട്, കഴിവുണ്ട്, പക്ഷെ ഇതിനൊന്നിനും എന്നെ സഹായിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് മരുഭൂമി എന്ന് പറഞ്ഞാൽ. Maybe you have a good profession, you have plenty of money, you have everything, but God will place you in a position where nobody can give you help. സിമ്പിളായിട്ട് പറഞ്ഞാൽ മരുഭൂമിയുടെ പ്രത്യേകത എല്ലാ കാര്യത്തിനും ദൈവം തന്നെ വേണം. The simple meaning of wilderness is, for no matter what the situation is, for everything. ലോകത്തിൽ ആർക്കും സഹായിക്കാൻ പറ്റത്തില്ല. Amen. There is nobody to help except God. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് എന്നാണെന്നറിയാമോ? Hallelujah. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളെ കൊണ്ടുവെക്കുന്നത് Hallelujah. നമ്മളെ തളർത്താനല്ല, നമ്മളെ Hallelujah. താഴ്ത്തുവാനും. Amen. നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് നമുക്ക് തന്നെ അറിയാനുമായിട്ട് ദൈവം നമ്മളെ അവിടെ ആക്കുകയാണ്. എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം. Amen. God is making you stand in that position not to destroy you, but in order to humble you and test you what is in your heart. എന്തിനാ മോശം ഇതല്ല ഇപ്പൊ പ്രസംഗിക്കുന്നത്? ഇതെന്തിനാ പ്രസംഗിച്ച പറഞ്ഞ അവരോട്? Why did God Moses deliver this message ഇനി now? നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ആരുടെ സഹായത്തിന്റെ ആവശ്യമില്ല, എല്ലാം ഉണ്ട് അവിടെ. Because the land we are about to enter, there is no need of anything, because that land is sufficient. മരുഭൂമി നമുക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര താഴ്മയായിരിക്കും അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? When we are lacking something, when we are living in the wilderness, ആർക്കും സഹായിക്കാൻ മേലാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഹ്യൂമിലിറ്റി ആയിരിക്കും. when we are helpless, we will show humility or we will be very humble. പക്ഷേ ആ കാര്യം അങ്ങോട്ട് നടന്നു കഴിയുമ്പോഴോ? But once everything is past and everything is over, മോശം പറയാണ് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. Amen. അതുകൊണ്ട് കനാനിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, നിഗളിക്കരുത്. Do not be proud. Beware of the situation, because you are about to enter into a very rich land. What is the peril of prosperity? നിങ്ങൾ ഉത്തരം പറഞ്ഞു. Amen. What is the peril of prosperity? അഹങ്കാരം, Amen. പ്രൈഡ് അല്ലേ? അതുണ്ടാകാതിരിക്കാൻ കയറുന്നതിന് മുമ്പ് നീണ്ടൊരു ഇൻസ്ട്രക്ഷൻ നൽകിയേക്കുക. Yeah, in order to, before entering into the promised land, not to become arrogant or proud, he is delivering a long sermon. അപ്പം ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും എനിക്കതൊന്നും വരികയായിരുന്നു. Maybe someone is thinking that it doesn't matter to me. അങ്ങനെ പറയാൻ പറ്റത്തില്ല. You cannot say that. കാരണം മനുഷ്യന്റെ ഹൃദയത്തെ പറ്റി ജെറമായ 17:9 പറയുന്നത് എന്നാണെന്നറിയാമോ? 17:9 മനുഷ്യന്റെ ഹൃദയം എല്ലാറ്റിനേക്കാൾ കപടവും വിഷമവും ഉള്ളതാണ്, അതാരാഞ്ഞറിഞ്ഞവനാര്? Amen. In Jeremiah 17:9, the prophet was saying that the heart is more deceitful than all else and is desperately sick. Who can understand it? എന്ന് പറഞ്ഞാലേ, ഞാൻ സെൽഫ് സഫിഷ്യൻ്റ് ആകുമ്പോൾ, ശ്രദ്ധിച്ചു കേട്ടോണം, Amen. എനിക്കാരുടെയും സഹായം വേണ്ട എന്ന് തോന്നുമ്പോൾ ദൈവത്തിലുള്ള എൻ്റെ ആശ്രയം ഒന്ന് കുറയും. അതിൻ്റെ ലക്ഷണമാണ് എൻ്റെ വായിലൂടെ വരുന്ന നിഗളങ്ങൾ. Whenever we feel that all sufficient and I do not care and I do not want anyone else's help, at that time certain words will come out of our mouth. I do not need anyone else. അങ്ങനെ ആ നിഗളം വരുമ്പോൾ ഉണ്ടാകുന്ന അടുത്ത സെന്റൻസ് ആണ് 17-ാമത്തെ വാക്യം. Once Verse 17. a person became proud, the next sentence it will come out of their mouth is verse 17. ഇടയ്ക്കൊക്കെ നമ്മൾ പറയാറില്ലേ, എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി, പറയാറില്ലേ നമ്മളെല്ലാം ഇടയ്ക്കിടയ്ക്ക്? Certain times we usually say that my power and the strength of my hand made me this wealth. പ്രിയപ്പെട്ടവരെ, Hallelujah. അത് എനിക്ക് ഈ അധ്യായം മുഴുവൻ എക്സ്പോസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ല. Amen. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ
പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ആ ദൈവത്തിൻ്റെ കൽപ്പന എന്നാണെന്നറിയാമോ? ഒരിക്കലും അങ്ങനെ പറയരുത്, നിന്റെ ദൈവത്തെ നീ മറക്കരുത്. And whenever we feel that we are saying or whenever we say that thing, never ever forget that Holy Spirit helped you. ഒരാൾ പറഞ്ഞത്, സമ്പത്ത് പ്രൈഡ് കൊണ്ടിരുന്നെങ്കിൽ സമ്പത്ത് ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. One man said that if wealth brings pride, then it is better to not having any wealth. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മളെ നടത്തിയ ആ വഴിയാണ് 4-ാമത്തെ വാക്യം. എന്താ വായിക്കുന്നത്? ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല. കാരണം വേറെ ഇല്ല. Amen. For the last 40 years, how did God provide them? Their clothing didn't wear out. വളരെ അധ്വാനിച്ചിട്ട് നടന്നിട്ട് നിന്റെ കാലിന് യാതൊരു പ്രയാസവും വന്നില്ല. Though you walked all these 40 years, your foot didn't swell. എൻ്റെ കർത്താവിനാ കഴിഞ്ഞ 40 വർഷം ഇതുവരെയും കർത്താവ് നമ്മളെ ഈ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നപ്പം ആ യാത്രയിൽ വസ്ത്രം ജീർണിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നെ കൊണ്ട് നടന്നക്കരെത്താൻ കഴിയാതെ വണ്ണം ഞാൻ ബലഹീനനാകാമായിരുന്നു. പക്ഷെ തമ്പുരാൻ എന്നോട് കരുണ കാണിച്ചാണ് എന്നെ ഇതുവരെ കൊണ്ടുവന്നത്. അതുകൊണ്ട് അകത്ത് കയറി കഴിയുമ്പോൾ പറയരുത്, എൻ്റെ ശക്തി കൊണ്ട് ഞാനിത് നേടിയെന്ന്. നോ. So for the past 40 years, I provided them everything. And now you are entering into a land where everything is in a wealthy way. At that time, you would never ever say in your heart that my power and the strength of my hand made this wealth. 3-ാമത്തെ വാക്യം ഒരു ഭയനിർദ്ദേശം കൂടെ ഉണ്ട്. And there is a warning or a dreadful instruction, fearful instruction. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. വാക്യം അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ചെറിയൊരു വ്യാഖ്യാനം പറയാം. Verse 3 we can see that man is not living by bread alone but by all the words proceeding out of the mouth of the Lord. ഈ അവിടെ പറയുന്നത് ഈ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ദൈവത്തിന്റെ വചനം കൊണ്ടാണ് ജീവിക്കുന്നതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. The meaning of that verse is man is not living in an excellent way not by material wealth or possessions but the spiritual wealth. എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി മാത്രം മതിയായിരുന്നെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ എന്തിനാണ് സൂയിസൈഡ് ചെയ്യുന്നത്? Amen. If material possessions are enough, then why a wealthy person commits suicide? അപ്പം മാത്രം മതിയായിരുന്നെങ്കിൽ പണമുള്ളവരെല്ലാം സാറ്റിസ്ഫൈഡ് ആകത്തില്ലായിരുന്നോ? If bread was all alone, all the poor people will be sufficient when the bread was provided. പക്ഷേ മോശ പ്രസംഗിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ദൈവവചനം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. But Moses was clearly mentioning that material possessions won't make you happy, but God's grace is needed to live a happy life. പിശാചിന്റെ സ്ട്രാറ്റജി നിങ്ങൾ ഈ വാക്യമാണ് ജീസസ് സാത്താനോട് പറയുന്നത്. ഈ വാക്യം This verse is mentioning in Luke 4 when Satan was tempting Jesus. എന്താ സൈത്താൻ പറഞ്ഞത്? ആ പർട്ടിക്കുലർ പോയിന്റ് നോക്കിയേ. വിശന്നപ്പോഴാണ് പരീക്ഷകൻ അടുത്ത് വന്നത്, അതുവരെ വന്നില്ല. Amen. We can see that when our Lord Jesus was hungry after that 40 days of fasting, Satan, tempter, came near to Jesus by tempting food. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ അങ്ങോട്ട് കെട്ടിയാൽ അന്നേരം പിശാചിനെ കെട്ടാൻ പറ്റുന്ന. ബൈബിളിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ അടുത്ത് within 1 month spiritual warfare പ്രസംഗിക്കുന്നുണ്ട്. spiritual warfare. We are thinking that we need to bind Satan. I am going to deliver about the spiritual warfare and binding of Satan in the coming days. എന്ന് പറഞ്ഞാൽ അവൻ അത്ര ക്ലെവറാണ്. They were so clever. വിശന്നപ്പോൾ യേശുവിനോട് പറയുകയാണ്, കല്ലെന്ത് ചെയ്യണം? അപ്പമാക്കണം. Satan was so clever. He came nearby when Jesus felt hungry and was telling a suggestion, command these stones to be bread. യേശു പറഞ്ഞു, ഇപ്പൊ വേണ്ട. But Lord Jesus said, I do not want now. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? Do you know the meaning? നീ പറയുന്ന കേട്ടല്ല ഞാൻ കല്ലപ്പമാക്കുന്നത്, പിതാവ് പറഞ്ഞാൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ. ഒരു ഭക്തൻ പറഞ്ഞത് ഇങ്ങനെയാണ്, I don't have to act outside the will of God in order to meet my physical need. Amen. God promises are enough to sustain me. Amen. Amen. കല്ലപ്പമാക്കാൻ വേണ്ടിയേ ദൈവഹിതമല്ലാത്ത വഴി തിരഞ്ഞെടുക്കുക. എല്ലാവരും കേട്ടോ? കല്ലപ്പമാക്കാൻ വേണ്ടി, ഐ ഹോപ്പ് എൻ്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവില്ല, സിമ്പിൾ അല്ലേ? കല്ലപ്പമാക്കാൻ വേണ്ടി പുസ്തകത്തിന് പുറത്തെ വഴി നോക്കരുതെന്ന അർത്ഥം. The meaning is in order to make bread
if you want to turn stone to bread, do not, in order to gain material possessions, do not take menial ways. അതായത് മെറ്റീരിയൽ പ്രോസ്പെരിറ്റി കണ്ടെത്താൻ Hallelujah. പിശാച് പറഞ്ഞാലും കല്ല് അപ്പമാക്കാൻ പോകരുതെന്ന് മനസ്സിലാവുന്നോ? In order to have some material possessions, do not take any kind of untrustful ways. ദൈവഹിതത്തിൽ നിന്ന് മാറി ഉണ്ടാകുന്ന ഒരപ്പവും ദൈവസഭയ്ക്ക് വേണ്ട. Amen. A church of God do not want any other manna which is not according to the will and purpose of God. പിതാവ് പറയുന്ന അപ്പം മതി, പുസ്തകത്തിന് പുറത്തുള്ള ഒരു കാര്യവും ചെയ്ത് ഒരപ്പവും എനിക്ക് വേണ്ട എന്നാണ് ജീസസ് പറഞ്ഞത്. Jesus was saying that I only need the bread which is commanded and ordered by my Father. I do not want anything out of that boundary. I don't have to act outside the will of God in order to meet my need. Amen. Hallelujah. ഒരു കാരണവശാലും Amen. ദൈവവചനത്തിന് ചേരാത്ത ഒരു പണിയും കല്ലപ്പമാക്കാൻ പോകരുത്. എല്ലാവരും കേട്ടല്ലോ? ചെവി തുറന്ന് കേട്ടല്ലോ? Please be aware, do not take any kind of untrustful or unfaithful ways in order to possess something materially. ദൈവഹിതം വിട്ട് ഒരു കാര്യത്തിനും നമ്മൾ സമ്പാദിക്കാൻ പോകരുത്. Do not deviate from the will of God in order to make rich or in order to have some material possessions. ഒരു ഭക്തം ഇവിടെ ഇതൊക്കെയാ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് കേട്ടോ. സ്പിരിച്വൽ ഗ്രോത്തിനെ പറ്റി ഒരാൾ പറഞ്ഞത്, സ്പിരിച്വൽ ഗ്രോത്ത് ഈസ് ഡിക്രീസിങ് ഫ്രീക്വൻസി ഓഫ് സിൻ എന്നാ പറഞ്ഞത്. Amen. Spiritual growth is decreasing the frequency എന്ന് of പറഞ്ഞാൽ sin. തെറ്റ് ചെയ്യാനുള്ള സ്പീഡ് കുറയും. Hallelujah. The frequency or the speed to sin will become നോട്ട് decreased. ഓഫ്റ്റൻ, അങ്ങനെ ചെയ്യല. It won't be often. It won't come often to sin or committing sins. ഒന്ന്, പാപം ചെയ്യാനുള്ള ആ ഫ്രീക്വൻസി കുറയുകയും, രണ്ട്, സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി നമുക്ക് കൂടുകയും ചെയ്യും പാപത്തോടുള്ള ബന്ധത്തിൽ. മനസ്സിലാവുന്നോ? ഒന്ന് ഡിക്രീസിങ്, രണ്ട് ഏത് തെറ്റിനും ഒരു ചെറിയ കാര്യം വരുമ്പോഴും ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ഞാൻ. Amen. Two things will happen when we spiritually grow. One thing is we will decelerate to sin, or the frequency of sin will reduce and sensitivity to sin will increase. Spiritual growth is decreasing frequency of sin and it is increasing sensitivity to sin. Amen. Hallelujah. Hallelujah. Amen. Hallelujah. Hallelujah. കല്ലപ്പാകാൻ ഇടയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തോണം, എവിടെയോ തകരാറ് ഉണ്ടായിട്ടുണ്ട്. If you feel like in order to make turn stone to bread, then think that something is wrong with us. ഇസ്രായേലിനോട് പറയുകയാണ്, നിങ്ങൾ ഇനി അങ്ങോട്ട് കയറാൻ പോവുകയാണ്, എല്ലാം ഉണ്ട്, പക്ഷെ ദൈവഹിതം വിട്ട് പാറയിൽ നിന്ന് താമ്രം വെട്ടാൻ പോകരുത്. അതിൻ്റെ അർത്ഥം. You are about to enter into a promised land, and you should never disobey God, and without His will or purpose, do not ever try to achieve anything. ഞാൻ പറഞ്ഞല്ലോ, വേഴ്സ് 2-നകത്ത് നമ്മളിങ്ങനെ വായിച്ചായിരുന്നു, ഹൃദയത്തിലിരിക്കുന്ന അറിയാനാണ് ഈ ക്രൈസിസ് ഉണ്ടായെന്ന്. The crises are happening in order to test us and to know what is inside our heart. എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റും ക്രൈസിസും ഒക്കെ വരുമ്പോഴാണ് ഉള്ളിൽ എന്താണ് ഇരിക്കുന്നതെന്ന് അറിയുന്നത്. Whenever a conflict or crisis arises, at that time we will really know what is inside our heart. ഒരാൾ വഴക്ക് പിടിക്കാൻ വന്നാൽ എത്ര ദേഷ്യമാണ് നമുക്കറിയാം. Hallelujah. When someone come to fight with us, at that time only we will truly reveal ourselves. ഈ ഒരു 3-4 ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞാൽ, ഈ മുടിയംപുത്രനെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മുടിയംപുത്രൻ, If I say a couple of examples, prodigal son is very familiar to all of us. നമ്മൾ ആ പാസേജ് വായിക്കുമ്പം മുടിയംപുത്രന്റെ എൽഡർ ബ്രദർ നല്ല മനുഷ്യനായിട്ടാണ് തോന്നുന്നത്, അല്ലേ? നല്ല മനുഷ്യനാണ്. When we read that passage, we can see two brothers. Prodigal son has a brother, an elder brother. We think that that elder brother was really a nice child. പക്ഷേ പ്രോഡിഗൽ സൺ തിരിച്ചു വന്നപ്പോഴാണ് എൽഡർ ബ്രദറിന്റെ തനി സ്വഭാവം മനസ്സിലായത്. റൈറ്റ്? When the prodigal son returned to his own house, at that time the true character of the elder brother revealed. അങ്ങനെ മുടിയംപുത്രൻ തിരികെ വന്നില്ലായിരുന്നെങ്കിൽ ഇവന്റെ സ്വഭാവം ഇന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. If that prodigal son didn't come back, return, then the elder brother's character didn't even reveal up to this day. ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയിക്കാൻ കർത്താവ് ചിലത് ചെയ്യുന്നു. Amen.
Amen. In order to test you what was in your heart, God is doing certain things in each one of our lives. ഗുഡ് സമരിറ്റിന്റെ കാര്യം അറിയാമല്ലോ. We are all ഒരുത്തൻ familiar with വഴിയിൽ കിടന്നതുകൊണ്ടാണ് മനസ്സിലായത് ലേവിയുടെയും പ്രീസ്റ്റിന്റെയും സ്വഭാവം. when we all are familiar with the story of Good Samaritan. Since there was a person lying on the ground, we came to know the true nature of the Levite and the priest. ചുങ്കക്കാരും പാപികളും ഉണ്ടായിരുന്നതുകൊണ്ടാണ് പരീശിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലായത്. റൈറ്റ്? Since there are sinners and tax collectors, we came to know the true nature of scribes and Pharisees. നമ്മുടെ ക്രൈസിസ് ഒക്കെ നമ്മുടെ ജഡത്തിലെ അൺക്രൈസ്റ്റ് ലൈക്നെസ് എന്നാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. Amen. Almost all crisis in our life is to reveal the unchrist-like character in each one of our lives. ദൈവം മനസ്സിലാക്കാൻ അവസരം തരികയാണ്. Hallelujah. God is giving us opportunities to understand ourselves. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം, എത്ര മനോഹരമായിട്ടാണ് മോശ പ്രസംഗിക്കുന്നത്. നിങ്ങൾ ഇനി സേഫായിട്ട് പോവുകയാണ്, എല്ലാം നല്ലതായിട്ട് പോവുകയാണ്, എല്ലാ കാര്യവും നടന്നു. പക്ഷെ അവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തെ ഓർക്കണം, വചനം വായിക്കണം, വചനം ഓർക്കണം, ആത്മീയരാകണം. ദൈവഹിതം വിട്ട് കല്ലപ്പമാക്കാനായിട്ട് പോകാനായിട്ട് ഒരു കാരണവശാലും പാടില്ല. മനോഹരമായൊരു പിക്ചറാണ്. Amen. He is giving commands, or he is giving beautiful instruction to remember the Lord and to obey the scripture and never take unwillful or unfaithful way. And he is commanding, giving them good instructions how to live in that promised land. അവസാനത്തെ രണ്ട് വാക്യം എല്ലാവരും നോക്കിയേ. Last ഭയങ്കര two ഗൗരവമുള്ള verses. വാക്യമാണ്. Let us all look into that last verses of chapter 8, verse 19 and നിന്റെ 20. ദൈവമായ യഹോവയെ നീ മറക്കുകയും അന്യദൈവങ്ങളെ പിന്തുടർന്ന് അവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകും എന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് സാക്ഷീകരിക്കുന്നു. മോശയുടെ പ്രസംഗത്തിന്റെ കൺക്ലൂഷനാണ്. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് നിങ്ങൾ കേൾക്കാതിരിക്കുന്നത് കൊണ്ട് യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുന്ന ജാതികളെ പോലെ തന്നെ നിങ്ങളെ നശിപ്പിച്ചു കളയും. It shall come about if you ever forget the Lord your God and go after other gods and serve them and worship them. I testify against you today that you will surely perish like the nations that the Lord makes to perish before you. So you shall perish because you would not listen to the voice of the Lord your God. പക്ഷെ സങ്കടകരമായ കാര്യം എന്നാണെന്നറിയാമോ? Do you know the sad end of the story? മോശയുടെ പ്രസംഗം ഭയങ്കര ഗംഭീരമായിരുന്നു. The message was really an excellent message. പക്ഷേ അല്പകാലം കഴിഞ്ഞപ്പം ഈ പ്രസംഗം എല്ലാം ജനം മറന്നു. The forgetfulness of people. Moses' message was an excellent instruction, but people forget about it. ഈ 18 ഈ വേഴ്സ് നമ്പർ 19-20 പറഞ്ഞേക്കുന്ന അതേ ന്യായവിധി അവരുടെ ഇടയിൽ വരികയാണ്. The same judgment was happening inside the group. ഇസ്രായേലിന്റെ മേൽ വരികയാണ്. Israelites were actually suffering that same punishment. ബാബിലോൺ അവരെ പിടിച്ചോണ്ട് പോകുന്നു, അസീറിയ അവരെ പിടിച്ചോണ്ട് പോകുന്നു. All the Babylonians, Assyrians are taking them captive. ജെറമ്യായും ദാനിയേലും ഒക്കെ ഇത് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. Jeremiah and Daniel was remembering these ordinances and praying for ഞങ്ങൾ this പാപം people. ചെയ്തു, ഞങ്ങൾ നിന്റെ വചനം പ്രമാണിച്ചില്ല, നിന്റെ പ്രവാചകന്മാരെ ഞങ്ങൾ ഒബേ ചെയ്തില്ല, ഞങ്ങളെ മടക്കി കൊണ്ടുവരണമേ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു ജെറമ്യാവിനെ കാണാം, ഒരു ഡാനിയേലിനെ കാണാം, ഒരു പോസ്റ്റ് എക്സൈലിക് പ്രോഫറ്റ്സിനെ മുഴുവൻ കാണാം. Amen. Post exilic prophets all are praying by repenting for the sins committed by these Israelites. We committed sin, we didn't obey you. They were praying for that prayer. ഈ പ്രസംഗം അനുസരിക്കാത്തവരുടെ കണ്ണുനീരറിയണമെങ്കിൽ ലെമന്റേഷൻ വായിച്ചാൽ മതി. Those who didn't obey this instruction, if you want to see the pain or the happening in their life, you have to read Lamentations. What happened to this disobedient Israelites? എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഡ്യൂട്രോണമി 8 അനുസരിക്കാഞ്ഞത് കൊണ്ടാണ് ലെമന്റേഷനിലെ കരച്ചിൽ മുഴുവൻ. പല കാര്യങ്ങളുണ്ട്, പക്ഷെ ദിസ് ഈസ് ദ ഫസ്റ്റ് സർമൺ. Amen. The lamentation, the cause and effect. Since they didn't obey Deuteronomy chapter 8, we have a book called Lamentations to read the effect of disobedience. ഇന്നും അന്ന് പോയ എല്ലാ ട്രൈബും തിരിച്ചു വന്നിട്ടില്ല, ശരിയാണോ? ഇന്നും വന്നിട്ടില്ല. Even today, all the tribes didn't come back from their exile.
ആ രാജ്യം അനുഭവിക്കുന്ന വേദനകൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എവിടെ പാളിയത്? We are all familiar what all നിങ്ങൾ pains that man is സമൃദ്ധിയായിട്ട് suffering. ജീവിക്കുമ്പോൾ എന്നെ മറക്കരുത്. Do not ever forget when നിങ്ങൾ you live. നിഗളിക്കരുത്. Do not നിങ്ങൾ be എന്നെ ഓർക്കണം, എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം, നിങ്ങളുടെ കഴിവുകൊണ്ട് നേടിയെന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ജാതികൾക്ക് വരുത്തിയതുപോലെ നിങ്ങൾക്കും വരുത്തും. ഒരു കൺസെഷനും ഇല്ല. You shall remember the Lord, and you should never ever say that you did everything by your strength. So if you say and if you are proud, you will face the same punishment which Gentile nations punished. ആമേൻ, ആമേൻ, ആമേൻ. Amen. കർത്താവ് സഹായിക്കട്ടെ. തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. Amen. എഴുന്നേറ്റ് നിന്നൊരു പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം.